ഗാന്ധി ലിറ്ററലിസത്തിൽ വിശ്വസിച്ചതേയില്ല. അഥവാ ഭാരതത്തിൽ ഗാന്ധി എന്നേക്കുമായി നടത്തിയ സമരം, ഭാവിയിൽ അത് നമ്മൾ കൂടുതൽ അറിയാൻ പോകുന്നു, അതിൻ്റെ വ്യാപ്തി കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്നു, ലിറ്ററലിസത്തിനോടുള്ള സമരമായിരുന്നു. ഇന്നിപ്പോൾ മോദിയുടെ ഗവൺമെൻറ് ലിറ്ററലിസത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അവർ രാമനെ ഒരു ദൈവമാക്കി വലിയ ഒരു ക്ഷേത്രം പണിത് ജനങ്ങളെ വിഘടിപ്പിച്ച് എല്ലാവരുടെയുമായ ഒരു സാഹിത്യത്തിലെ കഥാപാത്രത്തിലെ ചിലരുടെ മാത്രം ഒരു സങ്കല്പമാക്കി മാറ്റി വലിയ പരസ്പര വിദ്വേഷത്തെ വളർത്തി. ഗാന്ധിയിൽ അപരവിദ്വേഷം എന്നതിന് ഒരടിസ്ഥാനവും ഉണ്ടായിരുന്നില്ല. കമ്മ്യൂണിസത്തിൽ അതുണ്ട്. ഉള്ളവരോടാണെങ്കിലും ശരി അപരവിദ്വേഷമുണ്ട്. നമ്മളോട് മെരുങ്ങാത്ത നമ്മളല്ലാത്ത കൂട്ടരും, ഇതിലൊന്നിലുമില്ലാത്ത നമ്മളല്ലാത്ത കൂട്ടരും മനുഷ്യരല്ല, മൃഗവും മരം കൂടിയുമല്ലിനി എന്നാണ് അക്കിത്തം പറഞ്ഞത്. ഈ ഒരു മനോഗതി RSSന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട് എന്നതുകൊണ്ടാണ് ഈ അപരവിദ്വേഷത്തിൽ നിന്ന് അവർക്ക് മുക്തരാകാൻ സാധിക്കാത്തത്. ഓൾ ഇൻക്ലൂസീവായ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ദർശനത്തിന് കമ്മ്യൂണിസത്തെ സഹിക്കാൻ കഴിയാതെ വന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ഈ വിധത്തിൽ അപരവിദ്വേഷത്തിന് ഇടമില്ലാത്ത ഒരു കാഴ്ചപ്പാട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. തൻ്റെ പ്രാർത്ഥനാലയത്തിൽ എല്ലാ മതങ്ങളുടെയും പ്രാർത്ഥനകൾ അദ്ദേഹം സ്വീകരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തു പറഞ്ഞാലും സെക്യുലറിസം എന്ന് പറയുന്നതിൽ ആത്മീയത ഉണ്ടാകാൻ ഒരു കാരണവുമില്ല. ഗാന്ധിയുടെ സെക്യുലറിസത്തിൽ ആത്മീയതയാണ് മുഖ്യം.